ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കല്യാണവുമായിട്ട് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് രണ്ട് നാളുകൾ തമ്മിൽ ചേരത്തില്ല പക്ഷെ ഈ ചേരുന്നില്ല എന്നതിലുപരി രണ്ടുപേരുടെ സ്വഭാവങ്ങളാണല്ലോ ചേരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതിൽ ഈ നാളുമായിട്ട് എന്താണ് ബന്ധം? അങ്ങനെ വളരെ നല്ല ചോദ്യമാണ്. പ്രത്യേകിച്ച് പ്രണയിച്ചിട്ടൊക്കെ നാളെ നോക്കാനൊക്കെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. മേഘ ഒരു പ്രണയമുണ്ടെന്ന് വിചാരിക്കുക, വെറുതെ വിചാരിച്ചാൽ മതി കേട്ടോ. പ്രണയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ കല്യാണത്തോടടുക്കുമ്പം നാളെ നോക്കാൻ പോകരുത്, അത് തെറ്റാണ്. പ്രണയിച്ചിട്ട് ഇത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ പല ഇന്റർവ്യൂകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ പൊരുത്തം എന്ന് പറയുന്നത് സ്വഭാവ രീതികളുടെ പൊരുത്താണ്, ക്യാരക്ടറുകൾ തമ്മിലുള്ള പൊരുത്താണ്. തീർച്ചയായിട്ടും അല്ല, അപ്പം അതിൽ ഈ പൊരുത്തം നോക്കുന്നതിൽ തന്നെ ഇത് പറയുന്നുണ്ട്, ക്യാരക്ടറുകൾ തമ്മിലുള്ള പൊരുത്താണ് എന്ന ഒരു പദ്യത്തിന്റെ ഒരു പോർഷനിൽ അത് കൃത്യമായിട്ട് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. പദ്യം: നിസ്സന്താനേ സസൂനും നിരവധികരണം നിർദ്ദയേ നിസ്വദാഠ്യേ നിസ്തൂലം വിത്തനാദം സുരജമരുജുജഷ്മാജുഷാം ജാതകേഷു വിദ്യാവൃദ്ധം ച വിദ്യാരഹിത ഇത് മൃതി സ്ഥാനദോഷം സമാനം എന്ന് പറഞ്ഞ ഒരു പദ്യമുണ്ട്. അതിൽ പറയുന്നത് ഒട്ടും കാരുണ്യമില്ലാത്ത ഒരാൾ, അയാൾക്കൊരു കാരുണ്യമുള്ള പാർട്ണറെ കിട്ടിയാൽ നല്ലതാണ്. കാരണം ഇവരെല്ലാവരും വെറുപ്പിക്കുമ്പോൾ അപ്പുറത്തൂടെ അതങ്ങനെ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി അങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പാർട്ണർ, ഒട്ടും കാരുണ്യം ഇല്ലാത്ത രണ്ടുപേരും തമ്മിൽ ചേർന്നാൽ പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്യാരക്ടറുകൾ തമ്മിലുള്ള ചേർച്ചയാണ് ശരിക്കും ജ്യോതിഷത്തിൽ പറയുന്നത്. അതാണ് ജ്യോതിഷത്തിലെ പൊരുത്തത്തിന്റെ ഒരു വലിയ പോർഷൻ, സ്വഭാവങ്ങൾ തമ്മിലുള്ള പൊരുത്തം. ഇപ്പൊ ഉദാഹരണമായിട്ട് ചൊവ്വാദോഷം. മനുഷ്യൻ ചൊവ്വയിൽ പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഇന്നും ചൊവ്വാദോഷം പറഞ്ഞ് പലരെയും കല്യാണം മുടക്കുന്നുണ്ട്. പല പേരൻസിനും നമ്മളിപ്പോ ഗ്രഹനിലയൊക്കെ എഴുതി കൊടുക്കുമ്പോൾ അയ്യോ ചൊവ്വാദോഷമാണോ എന്ന് പറഞ്ഞിട്ട് കരയുന്നവരുണ്ട് ഇപ്പോഴും. ഇതൊരു ഭീകര സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഈ വിശ്വാസികളായിട്ടുള്ള പല പെൺകുട്ടികളുടെയും വിവാഹം സമയത്ത് നടത്താതിരിക്കാൻ ഈ ചൊവ്വ ഒരു കാരണമാകുന്നുണ്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കഴിയുമ്പോഴത്തേക്ക് ഈ പിള്ളേർ ഒരു പ്രായം കഴിയുമ്പോൾ ചിലപ്പോൾ പ്രേമിച്ച ആരുടെയും കൂടെ ഇറങ്ങി പോകുമ്പോഴാണ് അപ്പോഴാണ് ഈ വലിയ പ്രശ്നം, അയ്യോ ജാതി മതം അത് ഇതൊക്കെ വരുന്നത്. കാരണം മര്യാദ കല്യാണം നടക്കേണ്ടുന്ന ഒരു സമയത്ത് ഈ ചൊവ്വാദോഷത്തിന്റെയൊക്കെ പേരിൽ പെൺകുട്ടികളുടെ കല്യാണം മുടക്കുന്നതിനോട് ഞാൻ പൂർണ്ണമായി എതിർത്തിട്ടുണ്ട്. ചൊവ്വ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ജാതകത്തിൽ 7-ലോ 8-ലോ ജ്യോതിഷ നിയമം അനുസരിച്ചാണ് കേട്ടോ. ഉടനെ വിളിച്ചിട്ട് ആകാശിലെ ചൊവ്വ ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. ജ്യോതിഷ നിയമം അനുസരിച്ച് ഒരു പെൺകുട്ടിയുടെ ഗ്രഹനിലയിൽ ലഗ്നാൽ 7-ലോ 8-ലോ ചൊവ്വ വരുന്നതിനെയാണ് ചൊവ്വാദോഷം. പുരുഷ ജാതകത്തിൽ ഇത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ ചൊവ്വ വരുന്നതിനെയാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത്. രണ്ടുപേർക്കും അതുണ്ട്. അതിൽ 7-ൽ ചൊവ്വ അല്ലെങ്കിൽ 7-ലോ 8-ലോ ചൊവ്വ വരുന്ന ജാതകരെ സംബന്ധിച്ച് അവർ കുറച്ച് അഗ്രസീവായി പെരുമാറുന്നവരായിരിക്കും, കുറച്ച് പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിരിക്കും, ഇമോഷണലി മെച്യൂരിറ്റി ഇല്ലാത്തവരായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. പെട്ടെന്ന് പ്രതികരിക്കും, സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. ഈ ക്യാരക്ടറിന് ചേരുന്ന ഒരാളെന്ന് പറയുന്നത് 7-ൽ ചൊവ്വയോ പാപഗ്രഹങ്ങളോ നിൽക്കുന്ന ആളാണ്. ഇതാണ് ക്യാരക്ടർ തമ്മിലുള്ള ചേർച്ച. ഈ ചൊവ്വാദോഷം മാത്രമല്ലല്ലോ, ശുദ്ധജാതകമായിട്ട് മാത്രമേ ചേരുള്ളൂ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ല ഈ ക്യാരക്ടറിന്റെയാണ്. അപ്പം ആ ജാതകമുള്ള ആളുടെ സ്വഭാവ രീതികൾ ഇന്നതൊക്കെയാണെന്ന് ജ്യോതിഷത്തിൽ പറയുന്നു. അതിന് ചേരുന്ന ജാതകം എന്ന് പറയുന്നത് ഇന്ന സ്വഭാവ രീതികളുള്ള ആളാണെന്ന് പറയുന്നു. ഇപ്പൊ ആക്ച്വലി സ്വഭാവമൊന്നും അങ്ങനെ ആകണമെന്നില്ല. നമ്മുടെ ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ എത്രയോ നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. കാലഘട്ടത്തിനനുസരിച്ച് ഇതിൽ പുതിയ പഠനങ്ങളോ മാറ്റങ്ങളോ ഒന്നും വരുത്തുന്നില്ല. അത് വരുത്തണം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. മാറ്റങ്ങൾ വരുത്തണം, തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ സ്വഭാവ രീതികളിലൊക്കെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ആക്ച്വൽ ശരിക്കും ഇതൊരു നല്ല ക്യാരക്ടർ സ്റ്റഡി ഉണ്ട് ഈ ജ്യോതിഷത്തിൽ. നമ്മളിത് പഠിക്കുമ്പോൾ ഒരാളുടെ ജാതകം എടുത്തു വെച്ചിട്ട് ഇതിന്റെ ക്യാരക്ടറെ പറ്റി നമുക്ക് നല്ലോണം പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ സ്റ്റഡി അതിൽ പറയുന്നുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ സ്വഭാവങ്ങൾ തമ്മിൽ ഇന്നവർ യോജിക്കണം എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, കേവലം ഇത് മാത്രമല്ല, വിദ്യാഭ്യാസം പൊരുത്തം നോക്കണം, വിദ്യാഭ്യാസങ്ങൾ തമ്മിൽ യോജിച്ചു പോകുന്നതാണോ നോക്കണം. കാരണം ഡിവോഴ്സ് കുറയാൻ അതൊക്കെ ഉപകരിക്കും. തീർച്ചയായിട്ടും. പിന്നെ 2 ജോലിയുടെ പൊരുത്തം നോക്കണം. കാരണം ജോലികൾ തമ്മിൽ ഒരേപോലെ പോകുന്നതാണോ. ഒരാൾക്ക് കംപ്ലീറ്റ്ലി നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഒരാൾ, കംപ്ലീറ്റ്ലി ഡേ ഡ്യൂട്ടി ഉള്ള ഒരാളെ കല്യാണം കഴിക്കരുത്. അങ്ങോട്ട് മാറ്റങ്ങൾ വരുന്ന രീതിയിൽ ജോലിയുടെ പൊരുത്തം. ഇതിലെ കോംപ്ലക്സ് ഒക്കെ അടിക്കും. ശാരീരിക ഘടന നോക്കണം. കാരണം കല്യാണം കഴിഞ്ഞിട്ട് നാളെ ഒരാൾ അയ്യേ എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കുന്നതല്ല ജീവിതം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചേർക്കേണ്ടതാണ്. ശാരീരിക ഘടന നോക്കണം, കുടുംബങ്ങൾ തമ്മിലുള്ള പൊരുത്തം നോക്കണം, ചേരുന്ന കുടുംബമാണോ എന്നുള്ളത്. ആക്ച്വലി ഇതെല്ലാം നോക്കാറുണ്ടെന്നേ, വിമർശിക്കാൻ വേണ്ടി പറയുന്നതിനപ്പുറം ഇതൊക്കെ നോക്കാറുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ഒരാൾ പൊരുത്തം നോക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ജ്യോത്സ്യൻ നോക്കിയിട്ട് ഇതിൽ 9 പൊരുത്തം ഉത്തമമാണ്, ജാതകങ്ങൾ തമ്മിൽ നല്ല ചേരും, പ്രത്യേകിച്ച് ദശാസന്ധി ദോഷമൊന്നുമില്ല എന്ന് പറഞ്ഞൊന്നിരിക്കട്ടെ. ആ പയ്യന്റെ ക്യാരക്ടർ ശരിയല്ല എന്നറിയുന്നെങ്കിൽ, അവരുടെ കുടുംബം ശരിയല്ല എന്നറിയുന്നെങ്കിൽ, സമൂഹത്തിൽ ഒരു മാന്യതയില്ലാത്ത ആളാണ് എന്നറിയുന്നെങ്കിൽ എന്ത് തീരുമാനം എടുക്കും? അത് വേണ്ട എന്ന് തന്നെ തീരുമാനം. അപ്പൊ ഇതല്ലല്ലോ മെയിൻ. അതെ, ഇത് മെയിനാണ് പൊരുത്തം നോക്കിയോണ്ടാണെന്ന് അങ്ങനെ പറയുന്നുണ്ട് ഇതിനെ വിമർശിക്കാൻ വേണ്ടി. ശരിക്കും ഇതല്ല മെയിൻ. ഇതൊരു പാർട്ട് ഓഫ് സാധനം മാത്രമാണ്.
വിവാഹത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് പൊരുത്തം നോക്കൽ എന്ന് പറയുന്നത്. അതിനപ്പുറം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ അന്വേഷിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കി പൊരുത്തമൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിവാഹത്തിലേക്ക് കടന്നാലും ഡിവോഴ്സ് ആവുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും. അതായത് എൻ്റെ ഒരു അറിവ്, എൻ്റെ കണക്കാണ്, ഞാനിത് ആക്ച്വലി വിവരാവകാശം വെച്ച് ചോദിച്ചിട്ട് തന്നിട്ടില്ല, അതുകൊണ്ട് എൻ്റെ കണക്കാണ്, ഞാൻ മനസ്സിലാക്കിയ ഒരു കണക്കാണ്. അതായത് ഇവിടെ ഡിവോഴ്സ് ആവുന്നതിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിലാണ്. കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് ഹിന്ദു, അത് 9 പൊരുത്തമുള്ളവരും ഉണ്ടാവും, എല്ലാ പൊരുത്തങ്ങളും ഉള്ളവരുണ്ടാവും, അതെല്ലാം ഉണ്ട്. എന്തുകൊണ്ടാണ് മറ്റ് പൊരുത്തം നോക്കുന്നത്, വലുതായിട്ട് നോക്കുന്നവരല്ലല്ലോ ക്രിസ്ത്യാനികൾ. അപ്പോൾ പൊരുത്തമല്ല പ്രശ്നം. ഇതിലെന്താണെന്ന് വെച്ചാൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ഒരാൾ അവർ ഡിവോഴ്സ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു എന്ന് കരുതുക. നമ്മളിപ്പോൾ മുത്തലാഖ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കൂടുതൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എൻ്റെ ചില സുഹൃത്തുക്കളായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഡിവോഴ്സ് ചെയ്യാൻ പോയപ്പോൾ അവർക്കുണ്ടായ അനുഭവം കൊണ്ട് കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അവരുടെ പള്ളി കമ്മിറ്റി ഇടപെടും, ജമാഅത്ത് ഇടപെടും, അവരുടെ ഉസ്താദൊക്കെ സംസാരിക്കാൻ ചെല്ലും, പറയും, ഓപ്ഷനുകളുണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് കയറിയിട്ട് ഡിവോഴ്സിലേക്ക് പോകത്തില്ല. ഒരു ക്രിസ്തുമത വിശ്വാസി ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് കരുതുക, ഇമ്മീഡിയറ്റ് പോകാൻ പറ്റത്തില്ല. കാരണം അവരുടെ പള്ളി, അവരുടെ അച്ഛൻ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ഡിവോഴ്സ് നടക്കണമെങ്കിൽ ആരും വരില്ല എന്നുള്ളതാണ്. സംസാരിക്കാൻ ആളില്ല. ഇത് സംസാരിക്കേണ്ടത് ആരാന്നറിയോ? ജ്യോതിഷികളാണ്. ഈ ജ്യോതിഷികൾ എന്ന് പറയുന്നവർ കേവലം പൊരുത്തം നോക്കി ഉത്തമം, മധ്യമം, അധമം എന്ന് പറഞ്ഞു കൊടുക്കുന്നവരാകരുത്. ഓരോ കുടുംബത്തിലും നല്ല ഉപദേശങ്ങൾ നൽകുന്നവരാകണം. എവിടുന്നാണ് ഇത് മാറിപ്പോയത്? ഇവർ പണമോഹികളായി മാറിയതുകൊണ്ടാണ്. പൈസ 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 എന്നുള്ള മോഹമായപ്പോൾ ഇവരെ കുടുംബങ്ങളിൽ നിങ്ങളുടെ അകറ്റി നിർത്തി ഇവർ പറയുന്നതിന് വാല്യൂ കൊടുക്കാതായി. അതേസമയം ഇവര് പണ്ടത്തെ ആളുകൾ അങ്ങനെ ആയിരുന്നേ, ജ്യോതിഷികൾ സജഷൻസ് കൊടുക്കുന്ന വീടുകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഒരു കല്യാണം നടത്തുമ്പോൾ കേവലം പൊരുത്തം നോക്കി പറയുന്നതിനപ്പുറം കല്യാണം കഴിഞ്ഞിട്ടോ അല്ലെ കല്യാണത്തിന് മുമ്പ് ഇവരെ രണ്ടുപേരും കൂടെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ സ്വഭാവ രീതികൾ ഇതാണ്, ഇപ്പം നിങ്ങൾ ജീവിതമാണ്, കുറച്ചൊക്കെ മനസ്സിലാക്കലേ പോകണമെന്ന് പറഞ്ഞു കൊടുത്താൽ അത് കുറച്ച് നല്ലതാണ്. തീർച്ചയായിട്ടും അത് പറഞ്ഞു കൊടുക്കേണ്ടവർ അത് പറഞ്ഞു കൊടുക്കാതെ ഇപ്പോൾ പൈസയിലേക്ക് മാത്രം പോകുന്നിടത്താണ് ഈ പ്രശ്നം. ഞാൻ എല്ലാവരെയും പറയുന്നതല്ല, ശരിക്കും ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഇതാണ്. ജ്യോതിഷത്തിൻ്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന് ഇവർക്ക് വിവാഹത്തിന് മുമ്പ് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ലാതെ വന്നപ്പോഴാണ് ഈ ഡിവോഴ്സ് കൂടുതൽ ഹിന്ദുക്കളുടെ. അല്ലെ പൊരുത്തത്തിൻ്റെ അഭാവമോ പൊരുത്തം നോക്കിയതിലെ പോരായ്മയോ ഒന്നുമല്ല. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്, അവർക്ക് അവരവരുടെ ഡിസിഷൻസ് എടുക്കുക. ഞാനിത് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഞാൻ ഇത്രയും ആളുകളുമായി ദിവസവും സംസാരിക്കുന്നതാണ്. ചിലപ്പോൾ കുഞ്ഞു കാര്യങ്ങളിൽ ഡിവോഴ്സ് ആവാറുണ്ട്, വലിയ കാര്യമൊന്നും കാണത്തില്ല, ചെറിയ കാര്യങ്ങളായിരിക്കും, വലിയ പ്രശ്നമൊന്നും കാണത്തില്ല, സംസാരിച്ച് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. എന്താ പറയുക, നമ്മളൊരു വഴക്കുണ്ടാവുമ്പോൾ നമ്മളെല്ലാം ചിന്തിച്ചാൽ നമ്മൾ ഈ പാർട്ട്ണറുടെ നെഗറ്റീവുകളെ കയറ്റി മാക്സിമം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കരുത്. അത് തെറ്റാണ്. ചിലപ്പോൾ ഇവർക്ക് ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ഈ വഴക്കുണ്ടാവുമ്പോൾ നമ്മൾ നെഗറ്റീവിനെ ഹൈലൈറ്റ് ചെയ്താൽ പിന്നെ അവരെ അങ്ങോട്ട് വെറുക്കാൻ തുടങ്ങും നമ്മൾ. ഇപ്പം ഒരാൾ ചിലപ്പോൾ വയലന്റ് ആകുന്ന പാർട്ണർ ആയിരിക്കും, എന്നാൽ ഇപ്പുറത്ത് വയലൻസി ഒക്കെ കഴിയുമ്പോൾ അയാൾ കുറച്ച് പറ്റി പോയി എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ വയലന്റ് മാത്രം നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം അണ്ടർസ്റ്റാൻഡിങ് ആണ് ജീവിതം, അഡ്ജസ്റ്റ്മെന്റ് അല്ല. പക്ഷെ രണ്ടിടത്തുനിന്നും വേണം ഈ അണ്ടർസ്റ്റാൻഡിങ്. തീർച്ചയായിട്ടും ഒരാൾ മാത്രം ഒരു കാരണമില്ല. ഇപ്പൊ പലർക്കും തെറ്റിപ്പോകുന്നത്, എല്ലാവരും പറയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് തെറ്റാണ്. അഡ്ജസ്റ്റ് ഇപ്പൊ നമ്മളൊരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ് 3-4 പേർ, ഞാനിങ്ങനെ ഇടുക്കി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരും. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ള അവരുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇരിക്കണം എന്ന് മനസ്സിലാക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ്. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വാക്കേ തെറ്റാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടതാണ്, അല്ലാതെ 10 ഉത്തമമായാലും ഒരു ദാമ്പത്യ ജീവിതം നല്ലതായി പോകത്തില്ല.